പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം ഓണ ആശംസകളും ആശംസിക്കുന്നു. കാരണം ഇനി ഓണത്തിനധികം ദിവസമില്ല. ഓണം വരാനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസമുള്ള എല്ലാവർക്കും സന്തോഷത്തിൻ്റെ നാളുകളാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഓണത്തിനൊക്കെ അടിച്ച് പൊളിക്കുക. ഡ്രസ്സൊക്കെ വാങ്ങിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. കാരണം എടുക്കാത്തത് കൊച്ചില്ല. പിന്നെ എനിക്കങ്ങനെ ഓണത്തിന് വലിയ ആഘോഷമൊന്നും നമുക്കില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തടത്ത് എന്താഘോഷമല്ലേ. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ബന്ധുക്കളൊക്കെ ആരെങ്കിലും വരാറുണ്ട്. ഓണത്തിനും ആരെങ്കിലുമൊക്കെ വരും. ഇപ്പോൾ കുറച്ച് ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഫേഷ്യലിനും ഒക്കെ വന്ന് കല്യാണം അപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്കുള്ള ഫേഷ്യൽസൊക്കെ ചെയ്ത് കൊടുത്ത്, അപ്പോൾ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് വോളിയമൈസിങ് ഒക്കെ ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മുഖം മിനുക്കാൻ വേണ്ടിയിട്ട് ഓണമല്ലേ നല്ലൊരു ടിപ്സ് പറഞ്ഞു തരാം. അതായത് ഏത്തപ്പഴം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാല്, തേന് ഇവയെല്ലാം കൂടി മിക്സിയിൽ അടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, കുറച്ച് തേയില വെള്ളം തിളപ്പിക്കുക. അതിൽ എന്ത് ചെയ്യുക, ഈ മിക്സ് കുടിച്ച ശേഷം ആ ഒരു മിശ്രിതം നല്ലതുപോലെ ഒന്ന് തുടിപ്പിച്ച് ഒരു 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അതേപോലെ കൈകൾ മസാജ് ചെയ്യാനായിട്ട് കൂടി പറഞ്ഞു തരാം. നമ്മുടെ ക്യാരറ്റും പാലും കൂടി നല്ല മിക്സിയിൽ അടിച്ച ശേഷം ഒരു ആഴ്ചത്തേക്കൊക്കെ ഉള്ളതുണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക. ഇത് നമ്മുടെ കൈ കൊണ്ട് കയ്യിൽ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിലേക്കൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് കൂടി ഇട്ടാൽ ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ഇടുക. ഇട്ടിട്ട് കൈകളിൽ മസാജ് ചെയ്ത് ഒരു പാക്ക് പോലെ അതങ്ങ് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ വളരെ റിസൾട്ടാണ് കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേ മെത്തേഡിൽ തന്നെ ആ ഒരു മിശ്രിതം നമുക്ക് കൈ മുട്ടിൻ്റെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് പുരട്ടി കൊടുത്താലും വളരെ നല്ല റിസൾട്ടാണ്. കൂട്ടുകാർ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണക്കാലമായിട്ട് വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് സമയം കിട്ടുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ തലമുടിയിൽ നമ്മൾ കുറച്ച് ചോറെടുത്ത ശേഷം ഒലിവ് ഓയിലും ഒരു മുട്ടയും അതുപോലെ തന്നെ ശകലം നാരങ്ങ നീര്, അതായത് 1/4 ഭാഗം നാരങ്ങയുടെ നീരും ഒഴിച്ച് കുറച്ച് തൈര്, അതായത് ഒരു 1/4 ഗ്ലാസ്സോളം തൈരും കൂടി ചേർത്ത് നിങ്ങളത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത ശേഷം തലയിൽ എന്ത് ചെയ്യുക, മാസ്ക് പോലെ ഇട്ട് കൊടുക്കുക. വളരെ നല്ല റിസൾട്ടാണ് കൂട്ടുകാർ. അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾ കേട്ടതിന് ശേഷം അതുപോലെ ഒന്ന് വീട്ടിലിരിക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. പുതിയ ഓണക്കോടിയൊക്കെ ഇട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുക. ഓണം ആകുമ്പോഴത്തേക്ക് ഞാനടുത്ത് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാവുന്നതാണ്. ചില ദിവസങ്ങളിൽ വീഡിയോ ഇടാൻ സമയത്ത് ഇന്നിപ്പോൾ വീഡിയോ ഇട്ട് നാളെ ഇടണം എന്ന് വിചാരിച്ചിട്ടിരിക്കും. ചില സമയം കിട്ടാറില്ല. നാളെ ഇനി എനിക്ക് വർക്കുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് മിക്കവാറും നാളെ വീഡിയോ ഇട്ട് എനിക്ക് സമയം കിട്ടത്തില്ല. കാരണം ഫേഷ്യലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നാളെ എന്തായാലും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ വോളിയമൈസിങ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ എൻ്റെ നമ്പർ കൂടി കൊടുത്തു വയ്ക്കുക. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് വരിക. 2500 രൂപയാണ് വോളിയമൈസിങ് ചെയ്യണതിൻ്റെ റേറ്റ്. പക്ഷേ കുറച്ച് മുടിയുള്ള ആൾക്കാർക്കും അത് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് തിക്നെസ്സും നീളവും വരും. നല്ല ഭംഗിയായിട്ട് 1 വർഷം കിടക്കും. 1 വർഷം വരെ ഗ്യാരൻറ്റിയാണ്. യാതൊരു പ്രശ്നവുമില്ല. തലമുടി കൊഴിഞ്ഞു പോവില്ല, ഒന്നുമില്ല. ശരിക്കും മുടി നല്ല വളർച്ചയായിരിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ പറയുക. എല്ലാവർക്കും ബൈ.